പറക്കുമുറ്റു മുന്നേ ലോകം വിട്ടുപോയെങ്കിലും 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ 5 പേരിൽ പൊതുജീവനായി തുടിക്കും. ആലിന്റെ അവയവങ്ങൾ 3.25 മണിക്കൂർ കൊണ്ടാണ് ഇന്നലെ രാത്രിയോടെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കരൾ കിംസിലും വൃക്കകൾ മെഡിക്കൽ കോളേജിലും ഹൃദയവാൽവ് ശ്രീചിത്രയിലും നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലും കൈമാറി. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാവുകയാണ് കുഞ്ഞാലിൻ. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻ ജോണിന്റെയും ഏക മകൾ. ജനിച്ചു 10 മാസം പിന്നിടുമ്പോഴേക്കും ലോകത്തോട് വിട പറയേണ്ടി വന്നെങ്കിലും 5 പേർക്ക് ജീവൻ പകുത്തു നൽകിയാണ് ആ കുഞ്ഞു മടങ്ങിയത്. ആലിന്റെ കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് മാതാപിതാക്കൾ ദാനം ചെയ്തത്. കൊച്ചി അമൃത ആശുപത്രിയിലെ ശസ്ത്രക്രിയ വൈകിട്ട് 6:30 പൂർത്തിയായി. കുഞ്ഞിന് ആദരമായി കൊച്ചി അമൃത ആശുപത്രി ജീവനക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകി. ശേഷം അവയവങ്ങൾ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ജീവന്റെ വിലയുള്ള യാത്രയ്ക്ക് നാടൊന്നാകെ വഴിയൊരുക്കി. വെറും 3.25 മണിക്കൂർ കൊണ്ട് വാഹനം തിരുവനന്തപുരത്തെത്തി. ആദ്യം കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കൈമാറി. രണ്ടു വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഹൃദയവാൽവ് ശ്രീചിത്രയിലും എത്തിച്ചതോടെ ദൗത്യം പൂർണ്ണം. വിമാന വേഗതയിലാണ് ആംബുലൻസ് ഡ്രൈവർ ജെയ്നീഷ് അവയവങ്ങൾ ആശുപത്രികളിൽ എത്തിച്ചത്. ദൗത്യം പ്രതിസന്ധികളില്ലാതെ പൂർത്തിയായതിൽ സന്തോഷമെന്ന് ജെയ്നീഷ് പറഞ്ഞു. എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. എല്ലാ ജനങ്ങളും എല്ലാ ജംഗ്ഷനിലും ആൾക്കാർ ഒന്ന് വഴി ഒരുക്കി തരാനും ഒക്കെ നല്ലൊരു ഇതായിരുന്നു. പോലീസിന്റെ ഒരു പ്രവർത്തനം പോലീസിന്റെ നല്ല ഇതായിരുന്നു. അവർ നമ്മുടെ വഴിയൊരുക്കാൻ കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് നല്ലൊരു അനുഭവമാണ്. ഫെബ്രുവരി 5-നുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലിൻ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോട്ടയത്തുനിന്ന് തിരുവല്ലയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ആലിന്റെ മാതാപിതാക്കൾക്കും പരിക്കേറ്റിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചതോടെയാണ് കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനാണ് കരൾ മാറ്റിവെക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് 2 വൃക്കകളും നൽകും. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണിത്. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിനും കരൾ സ്വീകരിക്കുന്ന കുഞ്ഞും ചരിത്രത്തിന്റെ ഭാഗമാകും. അതീവ ദുഃഖത്തിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി ആലിന്റെ മാതാപിതാക്കളെടുത്ത തീരുമാനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ആലിന്റെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് നെടുങ്ങാപ്പള്ളി സെന്റ് തോമസ് ചർച്ചിൽ നടക്കും. എല്ലാവരെയും വേദനയിലാഴ്ത്തി ആ കുരുന്ന് കടന്നുപോയി. ആലിൻ എന്ന കൊച്ചു മാലാഖയുടെ ജീവൻ ഇനി 5 പേരിലും തുടിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.